ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് പോസ്റ്റ് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ റെഡി ആയിട്ട് എവിടേക്കാണ് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വെഡ്ഡിങ് പർച്ചേസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എവിടെ നിന്നാണ് എടുക്കേണ്ടത് കാര്യങ്ങളൊന്നും ഞാൻ പ്രീ പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ ഒരു ചെറിയ ഗെറ്റ് റെഡി വിത്ത് മീ കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്യുന്നുണ്ട്. ഹിമാലയൻ്റെ നീം ഫേസ് വാഷ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ക്ലെൻസ് ചെയ്യുന്നത്. ഇത് ഞാൻ ഒരുപാട് നാൾ കൊണ്ട് യൂസ് ചെയ്യാണ്, നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫേസൊക്കെ ഒന്ന് ജസ്റ്റ് വാഷ് ആക്കി ക്ലീൻ ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള മേക്കപ്പ് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ സൺസ്ക്രീനാണ് ഉപയോഗിക്കുന്നത്. മോയ്സ്ചറൈസർ കാര്യങ്ങളൊന്നും ഇടുന്നില്ല, ജസ്റ്റ് സൺസ്ക്രീൻ മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഒരു സ്പ്രേ സൺസ്ക്രീൻ ഉണ്ട്, അത് ഞാൻ കയ്യിലും കൂടെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ജസ്റ്റ് ഹെയറൊക്കെ ഒന്ന് കെട്ടി ഞാൻ റെഡിയായി. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഡോറൊക്കെ ക്ലോസ് ചെയ്ത് ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ ഒറ്റയ്ക്കല്ല കേട്ടോ ഡ്രസ്സ് എടുക്കാൻ പോകുന്നത്. ഇമ്മാൻ്റെ അനിയത്തിയും കുട്ടികളും അവർക്കും ഡ്രസ്സ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് അവർ ഷോപ്പിലേക്ക് എത്താമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അധികം ക്ലിപ്സ് ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇറ്റ്സ് ഓക്കെ, ചെറിയ ചെറിയ ക്ലിപ്സ് വെച്ചിട്ട് ഞാനൊരു ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഷോപ്പിൽ പോയപ്പോൾ അനിയത്തിക്കുള്ള ഡ്രസ്സ് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്കുള്ളത് നോക്കിയപ്പോൾ അവിടെ നിന്ന് സെറ്റായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ എടക്കര പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അവളുടെ വീട്ടിൽ നിന്ന് നേരെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ എടക്കര കളേഴ്സിലെത്തി വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങൾ ഷോപ്പിൽ കയറി. ഇവിടെ വന്നപ്പോൾ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് ട്രയൽ റൂമിൽ കയറിയിട്ട് ട്രൈ ചെയ്ത് നോക്കും. അങ്ങനെ അവിടുന്ന് ഒരു ഡ്രസ്സ് എടുത്തിട്ട് ഞങ്ങൾ നേരെ ഓർണമെൻറ്റ്സിൻ്റെ സെക്ഷനിലേക്ക് പോയി. അവിടുന്ന് ഓർണമെൻറ്റ്സ് ഒന്നും സെറ്റ് ആവാത്തത് കാരണം ഒരു ഓട്ടോ പിടിച്ചിട്ട് ഞങ്ങൾ എടക്കര സ്റ്റാൻഡ് ഷോപ്പിൽ പോയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഓർണമെൻറ്റ്സ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് സെറ്റ് ആകാത്തതുകൊണ്ട് പിന്നെ അവിടുന്ന് ചെറുതായിട്ട് കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി. തിരിച്ച് ഓട്ടോ പിടിച്ചിട്ട് ഞങ്ങൾ വണ്ടി നിർത്തിയ സ്ഥലത്തേക്ക് എത്തി. വണ്ടി എടുത്തിട്ട് പിന്നെ നേരെ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഉമ്മാൻ്റെ അനിയത്തിനെയും മക്കളെയൊക്കെ ഡ്രോപ്പ് ആക്കിയിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ എൻഗേജ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇനി വേണമെന്നുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ.